ഹായ് കേരറ്റ്സ് ചെയ്യുന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 എയർഫോഴ്സ് 01/2027 ഇൻടേക്കിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വീഡിയോ ആൾറെഡി നമ്മൾ ഷെയർ ചെയ്തതാണ്. എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ, അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻറ്റ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും 2026 തന്നെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ എന്നൊരു ജോബ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച്. ഇവിടെ ഈസി എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ കറക്റ്റ് ഡയറക്ഷൻ ഞാൻ എങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും 2026 തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുക ഓരോ കാര്യങ്ങളും. ഡയറക്ഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗോളിലേക്കുള്ള ഡിസ്റ്റൻസും നിങ്ങൾക്ക് വളരെ കുറച്ചായിരിക്കും. മനസ്സിലായോ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിനടുത്ത് എത്താൻ പറ്റുന്നതായിരിക്കും. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസും വരാതെ തന്നെ. ക്ലിയർ ആ കുട്ടികൾ? അത് അങ്ങോട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഫസ്റ്റാണ്, നമ്മൾ ഏത് ഡിഫൻസ് ജോബിന് തയ്യാറെടുക്കുകയാണെങ്കിലും നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണം. അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് കാണാവുന്നതാണ് യൂട്യൂബ് ചാനലിൻ്റെ നെയിം. ഇവിടെ നിങ്ങൾക്ക് വീഡിയോയും കാണാം. ഈ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളും ഇതുവരെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ, ഇതുവരെ എയർഫോഴ്സ് എക്സ് എന്താണ്, വൈ എന്താണ്, ഏജ് ലിമിറ്റ് എത്രയാണ്, എക്സാം എപ്പോൾ തുടങ്ങും എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ പ്ലീസ് നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സെലക്ഷൻ പ്രോസസ്സ്. ഏത് ഡിഫൻസ് ജോബിനെ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിനകത്ത് വീക്ക് പോയിന്റ് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് അതിനനുസരിച്ച് സ്ട്രെങ്ത് പോയിന്റ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. വീക്ക് പോയിന്റ് നിങ്ങൾ കൂടുതൽ ടൈമും കൊടുക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം. എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ്. എന്താണ് കുട്ടികളെ? ഓൺലൈൻ റിട്ടേൺ എക്സാം ആണ്. ഈ ഓൺലൈൻ റിട്ടേൺ എക്സാം പാസ്സായാൽ മാത്രമേ പിന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 2ലേക്കുള്ള അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ. നേവി അതുപോലെ ആർമി എന്നീ ഫോഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയർഫോഴ്സിലേക്കുള്ള സെലക്ഷൻ വളരെ ഈസിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു ജോബാണ് എയർഫോഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിങ്ങൾ ഒരു എക്സാം മാത്രം നിങ്ങൾ ക്രാക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫിസിക്കൽ വളരെ ഈസിയാണ്. സെക്കൻഡ് സ്റ്റേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് SRTയും GD ഉണ്ട്. പക്ഷേ അത് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ SRTയും അതുപോലെ GD എന്ന് പറയുന്നത്. നേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 2 എക്സാം ക്രാക്ക് ചെയ്യണം. സ്റ്റേജ് 1 നിങ്ങൾ നല്ലപോലെ പഠിക്കണം, സ്റ്റേജ് 2 നിങ്ങൾ നല്ലപോലെ പഠിക്കണം. 2 എക്സാം ക്രാക്ക് ചെയ്യണം. ആദ്യത്തെ എക്സാമിന് 80 മാർക്ക് നേടിയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ എക്സാമിന് നിങ്ങൾ 30 മാർക്ക് നേടിയാൽ പിന്നെ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടത്തില്ല. പക്ഷേ എയർഫോഴ്സിൽ അങ്ങനെയല്ല. ആദ്യത്തെ ആ ഒരു എക്സാമിൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എയർഫോഴ്സിൻ്റെ സ്റ്റേജ് 1ൻ്റെ കട്ട് ഓഫ്, സ്റ്റേജ് 2ൻ്റെ കട്ട് ഓഫ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇൻടേക്കിൻ്റെ. അതായത് കുട്ടികളെ എയർഫോഴ്സ് 01/2026 ഇൻടേക്ക്, അതായത് 01/2026 ഇൻടേക്ക് ആൾറെഡി ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേജ് 2 നടക്കാൻ പോകുന്നത് 02/2026ൻ്റെയാണ്. ഈ കുട്ടികളുടെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നു. ഇവരുടെ ഇനി സ്റ്റേജ് 2 ഇനി നടക്കാൻ പോവുകയാണ്. ഈ ബാച്ചിലുള്ള കുട്ടികൾ നമ്മുടെ അക്കാഡമിയിലും ഉണ്ട്. അവർക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അങ്ങോട്ട് നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും. മനസ്സിലായ? അപ്പോൾ സ്റ്റേജ് 1 അറിഞ്ഞിരിക്കണം. സ്റ്റേജ് 1 മനസ്സിലായ നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ആണ്. സ്റ്റേജ് 2 ആണ് ഡോക്യുമെൻറ്റ്സ്, ഫിസിക്കൽ, SRT, GD, മെഡിക്കൽ. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന റിട്ടേൺ എക്സാമിനെ പറ്റിയിട്ടാണ്. എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ റിട്ടേൺ എക്സാമിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിലബസ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ വീഡിയോയും ലഭിക്കും. 2026 എയർഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ എയർഫോഴ്സ് എക്സിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, ഫിസിക്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. നിങ്ങൾ വൈ എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്യുന്ന കേഡറ്റ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, പിന്നെ രാഗയിൽ നിന്നാണ് ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. അതായത് രാഗ എന്ന് പറഞ്ഞാൽ റീസണിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, GKയിൽ നിന്ന് വരും, പിന്നെ മാത്സിൽ നിന്ന് വരും. റീസണിങ്ങിൽ നിന്ന് ടോട്ടൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. പിന്നെ GKയിൽ നിന്ന് ടോട്ടൽ നിങ്ങൾക്ക് 9 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ബാക്കി മാത്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ബാക്കി ക്വസ്റ്റ്യൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 15, 5, 20, 24 ബാക്കി 6 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാത്സിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത്. ഇതാണ് പ്രോപ്പർ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്യണമെന്ന്. അതിൻ്റെ ഡീറ്റെയിൽ
വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഫിസിക്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഇംഗ്ലീഷ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, പിന്നെ റീസണിങ്, GK ആൻഡ് മാത്സ്, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു ബേസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. +2 ലെവലാണെങ്കിൽ ആ ഒരു ലെവലിലുള്ള സബ്ജക്റ്റ് തന്നെ നിങ്ങൾ കവർ ചെയ്യണം. അതിൻ്റെ ടോപ്പിക് തന്നെ ആയിരിക്കണം. അല്ലാതെ എയർഫോഴ്സ് വൈഡ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല, എന്തായാലും നിങ്ങൾ ഫെയിൽ ആവും അവിടെ. അപ്പോൾ വൈക്ക് പഠിക്കുന്ന കുട്ടി ഒരിക്കലും പിന്നെ +2 ലെവലുള്ള മാത്സ് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് അറിഞ്ഞ് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ അപ്ഡേറ്റ് മനസ്സിലായി, ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വീതമാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ടോട്ടൽ 70 ക്വസ്റ്റ്യൻസ് ആണ് എക്സിലേക്ക് വരുന്നത്. 60 മിനിറ്റ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വൈയുടെ കാര്യം പറഞ്ഞാൽ ടോട്ടൽ 45 മിനിറ്റ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. പിന്നെ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 0.25 ആണ്. എന്താണ്? 0.25 ആണ്. ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്ന കുട്ടികളെ. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ സ്റ്റേജ് 1ൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇതാണ് നിങ്ങളുടെ സ്റ്റേജ് 1ൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും. അതനുസരിച്ച് പിന്നെ നിങ്ങളുടെ സെൻറ്റർ എവിടെയാണ് അവിടെ നിങ്ങൾ പോയി എക്സാം അറ്റൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് വന്നാൽ അതിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ഇതാണ് നിങ്ങളുടെ സ്റ്റേജ് 2 എന്ന് പറയുന്നത്. ആദ്യം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ ഫിസിക്കൽ, പിന്നെ SRT, GD, മെഡിക്കൽ എന്നിവയെല്ലാമാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് ഒന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, ഫിസിക്കലിനകത്ത് ഫേസ് 2 ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ ആൺകുട്ടികൾക്ക് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിങ് 7 മിനിറ്റിൽ ഓടിയെത്തിയാൽ മതി. പെൺകുട്ടികൾക്ക് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിങ് 8 മിനിറ്റിൽ ഓടിയെത്തിയാൽ മതി. റണ്ണിങ് പാസ്സായതിനു ശേഷം ഉടനെ തന്നെ ആൺകുട്ടികൾക്ക് പുഷപ്പ് ടെസ്റ്റ് ഉണ്ട്, 10 എടുക്കണം. സിറ്റപ്പ് ടെസ്റ്റ് ഉണ്ട്, 10 എടുക്കണം. പിന്നെ സ്ക്വാഡ്സ് ഉണ്ട്, 20 എടുത്തിരിക്കണം. ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ സിറ്റപ്പും സ്ക്വാഡ്സും മാത്രമേ ഉള്ളൂ. 10 സിറ്റപ്പ് ആൻഡ് 15 സ്ക്വാഡ്സ്. ഇത്രയും കംപ്ലീറ്റ് ചെയ്യണം. ഇതോടെ ഇവരുടെ ഫിസിക്കൽ ടെസ്റ്റും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഉടനെ തന്നെ പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1 and 2 ഉണ്ട്. ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ പോയിന്റുകളും. ആൻഡ് ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇന്ന് ക്ലാസ് മാത്രമല്ല ലഭിക്കുന്നത്, സ്റ്റേജ് 2ൻ്റെ ഫുൾ പ്രോസസ്സ് ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ ട്രെയിനിങ് പ്രോപ്പറായിട്ട് ലഭിക്കും. അതിനുശേഷം ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1 and 2ൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്കും ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ കുട്ടികളെ? നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ SRT ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഈ SRTയിൽ നിങ്ങൾക്ക് ടെസ്റ്റിൽ ടോട്ടൽ 40 ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും. 30 മിനിറ്റ്സ് അവിടെ ലഭിക്കുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫുൾ അറ്റൻഡ് ചെയ്യണം. എന്താണ് കുട്ടികളെ? 40 ക്വസ്റ്റ്യൻ നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. പക്ഷേ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. ടൈം വളരെ കുറവാണ്. ഓരോ ക്വസ്റ്റ്യനും ടൈം വളരെ കുറവാണ് അവിടെ ലഭിക്കുന്നത്. ഈ ഒരു ടെസ്റ്റ് പാസ്സാൽ ഉടനെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് GD ആണ്. എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഇവിടെ നിങ്ങളുടെ ലിസണിങ് സ്കില്ല് ചെക്ക് ചെയ്യും, റൈറ്റിംഗ് സ്കില്ല് ചെക്ക് ചെയ്യും, സ്പീക്കിംഗ് സ്കില്ല് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ നോളജും നല്ലതായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് GD എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1 and 2 പാസ്സായാൽ മാത്രമേ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏതാണ് കുട്ടികളെ? നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെഡിക്കലാണ്. മനസ്സിലായ? അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ മെഡിക്കൽ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ PSL ആൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എയർഫോഴ്സ് ജോലി നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടുന്നത് അതുകൂടി ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ്, സിലബസ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഏത് ട്രേഡിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ സിലബസ് അനുസരിച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കണം. ക്ലിയർ? എക്സിനാണെന്നുണ്ടെങ്കിൽ 70 ക്വസ്റ്റ്യൻ, അതിൻ്റെ സിലബസ് ഡിഫറൻ്റ് ആണ്. Y ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിലബസ് ഡിഫറൻ്റ് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വീക്ക് പേഴ്സൺ ആണ് നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കലിനകത്തെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കലി ചെയ്തു തുടങ്ങണം. മെഡിക്കലിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നിങ്ങളുടെ ഇംഗ്ലീഷ് വീക്ക് ആണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ ടിപ്സും ഫോളോ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സെഷൻ. കാരണം സ്റ്റേജ് 2 നിങ്ങൾക്ക് അവിടെ SRT ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. SRTയിൽ അവിടെ ക്വസ്റ്റ്യൻ വരുന്നതും ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഈ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ടിപ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. SRT ആണെങ്കിലും GD ആണെങ്കിലും സ്റ്റേജ് 1 ഓൺലൈൻ എക്സാം ആണെങ്കിലും. അപ്പോൾ കുട്ടികൾ നിങ്ങൾ ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സ്റ്റേജ് 1ൻ്റെ കട്ട് ഓഫും സ്റ്റേജ് 2ൻ്റെ കട്ട് ഓഫും അതനുസരിച്ചുള്ള എല്ലാ പ്ലാനിങ്ങും കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതേ രീതിയിൽ തന്നെ പഠിച്ച കുട്ടികളാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഇപ്പോഴത്തെ ഇൻടേക്കിൽ സെലക്ഷൻ കിട്ടിയത്
ചെയ്തതിന് ശേഷം ഇപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് പോയിരിക്കുകയാണ്. ഈ കുട്ടികളെല്ലാം ഇപ്പോൾ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. എയർഫോഴ്സ് 01/2026 ഇൻടേക്കിലെ കുട്ടികളാണിത്. പിന്നെ ഇവിടെ നിന്ന് നേവിയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളുമാണ്. കുട്ടികളെ നേവി ആൻഡ് എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾ നല്ലപോലെ പഠിച്ചാൽ മറ്റേ എക്സാമിനും ഹെൽപ്പ് ആവുന്നതായിരിക്കും. നിങ്ങൾ ആ രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ വളരെ കുറഞ്ഞ ഫീസിൽ സ്റ്റേജ് 2 വരെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എക്സിൻ്റെ 4000 ആണ് ഫീസ്, മെഡിക്കൽ അസിസ്റ്റൻറ്റ് 4000 ആണ് ഫീസ്, വൈഡത് 2500 ആണ്. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻ ഉണ്ട്, ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഫിസിക്കൽ ട്രെയിനിങ്ങും എല്ലാം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന്. ഓക്കെ, സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. SRTയും അതുപോലെ തന്നെ GDയും ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ ഫീസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ കുട്ടികളെ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. കറക്റ്റായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അറിയാനായിട്ട്. ഫൈനലി 2 നമ്പർ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഈ 2 നമ്പറിൽ നിങ്ങൾ സേവ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും പിന്നെ നമ്മുടെ അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ നമ്മളെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.